വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്ന UDFന്റെ ഭാഗമായ ഇരിങ്ങാലക്കുട MLA ആയി താരമുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് തോമസ് ഉണ്ണിയാടൻ. മന്ത്രി ആർ ബിന്ദുവിനെതിരായ മത്സരത്തിൽ വെല്ലുവിളികളില്ല. തനിക്കെതിരെ ചില കോൺഗ്രസുകാർ ഉയർത്തിയ വിമർശനങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ മുന്നണിയിലും ഇത്തരം വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും ഉണ്ണിയാടൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രവും വ്യക്തമായിരിക്കുകയാണ്. സിറ്റിംഗ് MLA ആയിട്ടുള്ള മന്ത്രി ആർ ബിന്ദുവിനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇരിങ്ങാലക്കുടയുടെ മുൻ MLA ആയിട്ടുള്ള തോമസ് ഉണ്ണിയാടനാണ്. BJP നേതാവായിട്ടുള്ള സന്തോഷ് ചെറാക്കുളമാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഐക്യജനാധിപത്യ മുന്നണി ഇരിങ്ങാലക്കുടയിൽ MLA ഉണ്ടാകും. സിറ്റിംഗ് MLAയും മന്ത്രിയുമായിട്ടുള്ള ആർ ബിന്ദുവിനെതിരെയാണ് പ്രധാനപ്പെട്ട മത്സരം. അവർ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിക്കെതിരെയായിട്ട് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ രണ്ടാം തവണയാണ്. എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടെന്ന് എന്നുള്ളതാണ് സ്വയം കരുതുന്നത്. വെല്ലുവിളികൾ അങ്ങനെ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ 2001, 2006, 2011 കാലഘട്ടത്തിൽ MLA ആയി ഇരുന്ന സന്ദർഭത്തിൽ ലാസ്റ്റ് തവണ ചീഫ് വിപ്പായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ 15 വർഷക്കാലഘട്ടം ഇരിങ്ങാലക്കുടയിൽ വികസനം ശരിക്കും പറഞ്ഞാൽ പെയ്തിറങ്ങിയ കാലഘട്ടമാണ്. ഇരിങ്ങാലക്കുടയിൽ ഞാൻ MLA ആകുന്നത് വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പാലങ്ങളും ബലഹീനങ്ങളായിരുന്നു. എല്ലാ പാലങ്ങളും പുതുക്കിപ്പെടുന്ന 15-16 പാലങ്ങൾ പുതുക്കിപ്പെടുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിലെ താലൂക്ക് ആശുപത്രി എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളത്. പറ്റുമെങ്കിൽ മെഡിക്കൽ കോളേജ് ആക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ 25 ഏക്കർ സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. പക്ഷേ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് താഴെ സ്റ്റാറ്റസുള്ള ജനറൽ ആശുപത്രിയായി നമ്മൾ ആ താലൂക്ക് ആശുപത്രി അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. UDF തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ചില രാഷ്ട്രീയ വെല്ലുവിളികൾ കൂടിയില്ലേ? BJPയുടെ വോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംബന്ധിച്ചിടത്തോളം മത്സരം അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി സജീവമായ പ്രവർത്തനരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഇരിങ്ങാലക്കുടയിലെ ആളുകൾ മനസ്സിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഇരിങ്ങാലക്കുടയിൽ UDFനെ വിജയിപ്പിക്കും. ഇത്രമാത്രം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷം. ഇത്തവണത്തെ ഭൂരിപക്ഷം എന്താ വിജയം പറഞ്ഞാൽ പറയാനായിട്ട് പറ്റുന്നത്? ഞങ്ങൾ പ്രവർത്തകരൊക്കെ 10,000 മുകളിൽ പോകുന്നവർ. അതാണ് എല്ലാവരും പറയുന്നത്. നല്ല ആത്മവിശ്വാസമില്ല, അങ്ങനെ ഉയരുകയല്ലേ, ഞങ്ങൾ ഉദിച്ചുയരുന്ന പോലെയാണ്. ഏതായാലും സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം നമ്മൾ കണ്ടു കഴിഞ്ഞു. വിജയം ഉറപ്പാണ്. 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള മന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടാനാകുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയും UDF ക്യാമ്പും കണക്കുകൂട്ടുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാണ് ഇരിങ്ങാലക്കുട മണ്ഡലവും വേദിയാകുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.